പാൽപ്പാറ അപകടത്തിൽ മരിച്ചവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച നാട്. പ്രിയപ്പെട്ടവരെ അവസാനമായ ഒരു നോക്കു കാണാൻ അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. പാങ് JLP സ്കൂൾ അധ്യാപകരുടെയും ജീവനക്കാരനും ഉൾപ്പെടെ 9 പേരുടെ മൃതദേഹങ്ങൾ എത്തിച്ചപ്പോൾ വൈകാരിക രംഗങ്ങളാണ് ഉണ്ടായത്. പൊതുദർശനത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ തുടങ്ങി. യൂനസ് അഹമ്മദ് വിശദാംശങ്ങളുമായി. യൂനസ് ഇപ്പോൾ എവിടെയാണുള്ളത്? പൊതുദർശനം കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരുടെയും സംസ്കാര ചടങ്ങുകൾ, മയ്യത്ത് നമസ്കാരമൊക്കെ ഇന്ന് തന്നെ നടക്കുമോ? വിവരങ്ങൾ എന്താണ്? സൈഫു, ഞാൻ ഇപ്പോൾ പാങ്ങിൽ തന്നെയുണ്ട്. പാങ് ജുമാ മസ്ജിദിന് സമീപം തന്നെ ഞാനുണ്ട്. പ്രധാനമായി ഇപ്പോൾ 7 പേരുടെ മൃതദേഹം ഇപ്പോൾ കബറടക്കിയിരിക്കുന്നു എന്ന അവസാനം പുറത്തു വരുന്നു. ഏതായാലും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് സാജിദ സ്കൂളിലെ പാചകക്കാരിയാണ്. അതോടൊപ്പം തന്നെ ഷക്കീല ടീച്ചർ, അതോടൊപ്പം തന്നെ റംല ടീച്ചർ, മജീദ് മാഷിയുടെ ഭാര്യ, അതോടൊപ്പം തന്നെ സുഹറ ടീച്ചറുടെ മകൻ, ഇങ്ങനെ 7 പേരുടെ മൃതദേഹം ഇപ്പോൾ കബറടക്കി എന്നുള്ളതാണ്. അവസാനമായി കബറടക്കിയത് കഴിഞ്ഞ അരമണിക്കൂർ മുമ്പാണ്. റംല ടീച്ചറുടേതാണ് അവസാനമായി മൃതദേഹം കബറടക്കിയതായാലും 7 പേരുടെ മൃതദേഹം ഇപ്പോൾ കബറടക്കി എന്നുള്ളതാണ് ഏറ്റവും അവസാനം പുറത്തു വരുന്ന വാർത്ത. ഏതായാലും വളരെ വൈകാരികമായ നിമിഷമാണ്. നാടാകെ ഒലിച്ചു വന്നു ആ പ്രിയ അധ്യാപകരെ കാണാൻ എന്നുള്ളതാണ്. വളരെ വൈകാരികമായ നിമിഷങ്ങളാണ്. കുട്ടികളടക്കം, അതോടൊപ്പം തന്നെ മുമ്പ് പഠിപ്പിച്ച കുട്ടികളടക്കം എത്തി. അവർ കണ്ണീരിൽ വിങ്ങിക്കൊണ്ടാണ് അവർ മടങ്ങിപ്പോയത്. നമ്മൾ ആ കാഴ്ചകൾ, ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. വളരെ വൈകാരികമായിട്ട് നമുക്കൊക്കെ കാണാൻ കഴിയാത്ത വിധം അത്രയും കടലായിരുന്നു ഈ ഒരു പാങ് പ്രദേശം. ഒരു നാടാകെ ഈ ഒരു വിഷമത്തിൽ പങ്കുചേർന്നു എന്നുള്ളതാണ്. ഈ നാട് കാണാത്ത ഏറ്റവും വലിയ ദുരന്തമായി ഇത് മാറി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ഒരു വിനോദയാത്രക്കായി ഈ 13-അംഗ സംഘം പുറപ്പെട്ടത്. ഈ ഒരു ഗവൺമെൻറ് LP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും അതോടൊപ്പം മറ്റ് ആളുകളുമാണ്, അവരുടെ കുടുംബങ്ങളും ഉണ്ടായിരുന്നു. അവരെത്തി വാൽപ്പാറയിൽ വലിയ ദുരന്തത്തിൽപ്പെട്ടു, വലിയ അപകടത്തിൽപ്പെട്ടു. 9 ജീവനുകൾ നഷ്ടപ്പെട്ടു. അതിൽ 4 പേരോട് വലിയ പരിക്കേറ്റു, ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. 9 പേര് 9 ആംബുലൻസുകളായി രാവിലെ 8:30 കൂടിയാണ് അവർ ഈ പാങ്ങിലേക്ക്, ഈ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഈ പൊതുദർശനത്തിനെത്തിയത്. മണിക്കൂറുകളോളം ക്യൂ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ, നമുക്ക് മനസ്സിലാകുന്നത് ആയിരക്കണക്കിന് ആളുകൾ മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തി അവരെ ഒരു നോക്ക് കാണാൻ. നമുക്കറിയാം, കനത്ത ചൂടാണ്, വലിയ ചൂടാണ്. എന്നിട്ട് പോലും അത് വകവെക്കാതെ, ആ ചൂടിലും വകവെക്കാതെ പ്രിയപ്പെട്ട അധ്യാപകരെ കാണാൻ വലിയ തോതിൽ ആളുകൾ എത്തി എന്നുള്ളതാണ്. നമുക്കറിയാം, അവർ 10 മണിയോടുകൂടി ഈ മൃതദേഹം അവരുടെ വീട്ടിലെത്തിക്കുമെന്നാണ്. പക്ഷേ 11 മണി കഴിഞ്ഞിട്ടും മൃതദേഹം അവരുടെ വീട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. അത്രയും ആളുകൾ, കഴിയുന്തോറും ആളുകൾ കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ്. കാരണം അത്രയും അവർ മനസ്സിലേറ്റി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞ് കുട്ടികളെ യാത്രയാക്കി ഇപ്പോൾ വെക്കേഷൻ സമയമാണ്. പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഈ അധ്യാപകരും ജീവനക്കാരും ഒരു വിനോദയാത്രയ്ക്ക് പോകുന്നു. ആ വരുന്നതിനിടെയാണ് വലിയൊരു അപകടം ഉണ്ടാകുന്നത്. ഏതായാലും വലിയൊരു അപകടമാണ്. നമുക്കറിയാം, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പുതിയൊരു അധ്യയന വർഷം ജൂണിൽ ആരംഭിക്കുമ്പോൾ, അവർ സ്കൂളിലെത്തുമ്പോൾ നമുക്ക് പറയാൻ കഴിയാത്തൊരു സാഹചര്യം. കാരണം അവരെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരും, ഒരു അധ്യാപിക ഒഴികെ ബാക്കി എല്ലാ അധ്യാപകരും അവരെ കണ്ണിൽ നിന്നും ആയുന്നു. അവരെ വരവേൽക്കാൻ ഈ പുതിയൊരു അധ്യാപകർ, ഇനി പുതിയ ആളുകൾ മാത്രമുണ്ടാകുന്നു. അവർ കണ്ട, അവരെ പഠിപ്പിച്ച, അവരെ സ്നേഹിച്ച, അവരെ ഒപ്പം നിന്ന, നമുക്കറിയാം, ഒരു 4ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന ഒരു LP സ്കൂളാണ്. അവരൊരു പാരൻസ് ആയിരിക്കും. ഒരു ടീച്ചേഴ്സിനെക്കാളും ഉപരി, അല്ലെ ഒരു അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതിനെക്കാളും കൂടെ മനസ്സിലാക്കുന്നത് മറ്റ് അറിവുകൾ പഠിപ്പിക്കുക, മര്യാദകൾ പഠിപ്പിക്കുക, ഒരു മാതാവിനെ പോലെ, ഒരു പിതാവിനെ പോലെ അവരെ സംരക്ഷിക്കുക, അവരോട് തമാശ പറയുക, അവരോട് കളിക്കുക. ആ രീതിയിലാണ് അവർ ഇടപഴകുക. ആ ഒരു സ്നേഹമാണ് ആ കുഞ്ഞു മക്കളിൽ ഞങ്ങൾ കണ്ടത്. വലിയ വിങ്ങിപ്പൊട്ടി, വലിയ രീതിയിൽ ആർത്ത് വിളിച്ച് ആ മക്കളും അതോടൊപ്പം തന്നെ മറ്റ് അവരുടെ പാരൻസും ആ രീതിയിലാണ്. വൈകാരികമായ രംഗങ്ങൾക്കാണ് പാങ് സാക്ഷിയായത്. 7 പേരുടെ ഖബറടക്കം അവിടെ പൂർത്തിയായിരിക്കുന്നു.